നാൾ വഴികൾ തിരഞ്ഞാൽ ആ കേസിലെ വിധി എന്താ ഇങ്ങനെയായതെന്ന് തോന്നിപ്പോകും. ജനപ്രിയ നായകൻ ആ കേസിൽ കുറ്റവിമുക്തനായി പ്രഖ്യാപിക്കപ്പെടുമ്പോഴും ഒന്ന് ചിന്തിച്ചാൽ അതിജീവിതയെ മനസ്സിലാക്കിയവർക്കും അവളെ വിശ്വസിച്ചവർക്കും ഈ വിധി അത്ര സ്വീകാര്യമല്ല. ഏറെ നാൾ നിലനിന്ന ഒരു കേസ്, അതും അതിജീവിത ലോകമറിയുന്ന അല്ലെങ്കിൽ വിവിധ ഭാഷാ ചലച്ചിത്രങ്ങളിൽ തിളങ്ങിയ നടിയായതുകൊണ്ടും അവൾ ചങ്കൂറ്റത്തോടെ തനിക്ക് നേരിടേണ്ടി വന്ന ആ ദുരിതം നിയമത്തിനും നിയമപാലകർക്കും മുന്നിൽ തുറന്നു പറയാൻ കാണിച്ച ധൈര്യവും മലയാളികൾ അവരുടെ വേണ്ടപ്പെട്ടവരിൽ ഒരാൾക്ക് സംഭവിച്ച പോലെ ഉൾക്കൊണ്ട അതിജീവിതയ്ക്കൊപ്പം നിന്ന നീണ്ട 8 വർഷങ്ങൾ. 2017 ഫെബ്രുവരിയിലായിരുന്നു കൊച്ചിയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടത്. വലിയൊരു പ്രതിപട്ടികയൊക്കെ ഉണ്ടായി. അതിൽ പ്രമുഖ നടനും ഉൾപ്പെട്ടു. ആസൂത്രണം ചെയ്തതും പിന്നിൽ നിന്നൊക്കെ കൺട്രോൾ ചെയ്തതും ആ നടന്റെ അറിവോടെ എന്ന് പതിയെ വിവരങ്ങൾ പുറത്തു വരുന്നു. പക്ഷേ ഒടുവിലെത്തിയ ഈ വിധി ആകെ അമ്പരപ്പുണ്ടാക്കി. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായ ദിലീപിനെ വെറുതെ വിട്ടു. പൾസർ സുനി അടക്കമുള്ള 6 പ്രതികൾ കുറ്റക്കാർ. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ള വാർത്ത മലയാളികൾ കേട്ടതും ഒരു ഞെട്ടലോടെയാണ്. ചിലർക്ക് സന്തോഷവും ചിലർക്ക് സഹതാപവുമായിരുന്നു. കേസിലെ 1ാം പ്രതിയായ പൾസർ സുനി അടക്കമുള്ളവർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയപ്പോൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധിയാണ് പ്രസ്താവിച്ചത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി അടക്കം 6 പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്. ഇവയെല്ലാം തെളിഞ്ഞു. 6 പ്രതികളുടെയും ശിക്ഷാ വിധിയിൽ ഡിസംബർ 12-ന് വാദം നടക്കും. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല എങ്കിലും സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകൻ എന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന 8ാം പ്രതിയായ ദിലീപിനെതിരെയും ബലാത്സംഗ കുറ്റം ചുമത്തിയിരുന്നു. പക്ഷേ എന്നാൽ ദിലീപിനെതിരെ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. ഗൂഢാലോചനയിൽ അടക്കം തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കേസിൽ പ്രതിയായ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. IT നിയമപ്രകാരം പൾസർ സുനി കുറ്റക്കാരനാണെന്നും കോടതി അപ്പോൾ കണ്ടെത്തി. പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ച ചാർലിയെയും 10ാം പ്രതിയായ ശരത്തിനെയും വെറുതെ വിട്ടു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി M വർഗീസാണ് 6 വർഷം നീണ്ട വിചാരണ പൂർത്തിയാക്കി കേസിൽ ഇന്ന് വിധി പറഞ്ഞത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികളടക്കം 10 പേരാണ് വിചാരണ നേരിട്ടത്. ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തി വിരോധത്തെ തുടർന്ന് ബലാത്സംഗത്തിന് ക്വട്ടേഷൻ കൊടുത്തു എന്നായിരുന്നു ദിലീപിനെതിരായ കേസ്. എന്നാൽ തന്നെ കേസിൽ പെടുത്തിയതാണെന്നും പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളാണ് കോടതിയിൽ എത്തിയതെന്നുമായിരുന്നു ദിലീപിന്റെ വാദം. നിലവിൽ ജാമ്യത്തിലുള്ള 1 മുതൽ 6 വരെയുള്ള പ്രതികളെ റിമാൻഡ് ചെയ്യും. ജാമ്യം റദ്ദാക്കും. ഇവരെ കാക്കനാട് ജയിലിലേക്ക് മാറ്റുകയാണ്. 1 മുതൽ 6 വരെയുള്ള ഈ പ്രതികൾക്കെതിരെ ഗൂഢാലോചനയും തെളിഞ്ഞിട്ടുണ്ട്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ മാത്രമാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയായിരുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി M വർഗീസ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കി വിധി പ്രഖ്യാപിച്ചത്. പൾസർ സുനി, മാർട്ടിൻ ആന്റണി, B മണികണ്ഠൻ, VP വിജീഷ്, H സലീം, പ്രദീപ് എന്നിവർ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തതായി തെളിയുകയും ചെയ്തു. പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ചയാളായ 7ാം പ്രതി ചാർലി തോമസ്, കുറ്റകൃത്യത്തിനായി ഗൂഢാലോചന നടത്തിയ 8ാം പ്രതി ദിലീപ്, പ്രതികളെ ജയിലിൽ സഹായിച്ച 9ാം പ്രതി സനൽകുമാർ, 10ാം പ്രതി ശരത് G നായർ എന്നിവരെയാണ് വെറുതെ വിട്ടിരിക്കുന്നത്. രാജ്യം ഉറ്റുനോക്കുന്ന നടിയെ ആക്രമിച്ച കേസിലാണ് ഇപ്പോൾ അന്തിമ വിധി വന്നിരിക്കുന്നത്. കേസിലെ വിചാരണയ്ക്കിടെ 28 സാക്ഷികളാണ് കേസിൽ കൂറുമാറിയത്. കേസിൽ നേരത്തെ ജയിലിലായിരുന്ന ദിലീപും പൾസർ സുനിയും അടക്കമുള്ള പ്രതികൾ ജാമ്യത്തിൽ പുറത്തിറങ്ങുകയാണ് ഉണ്ടായത്. 2017 ജൂലൈ 10-നായിരുന്നു കേസിൽ നടൻ ദിലീപ് പിടിയിലായത്. 2017 ഒക്ടോബറിൽ 85 ദിവസങ്ങൾക്ക് ശേഷമാണ് ദിലീപിന് ജാമ്യം ലഭിച്ചത്. 2017 ഫെബ്രുവരിയിൽ അറസ്റ്റിലായ 1ാം പ്രതി പൾസർ സുനി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയത്. 2009-ലാണ് കേസിലെ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത്. 261 സാക്ഷികളെയായിരുന്നു വിസ്തരിച്ചത്. 1700 രേഖകളാണ് കോടതി പരിഗണിച്ചത്. കേസിലെ 3 പ്രതികളെ മാപ്പു സാക്ഷികളാക്കി. പോലീസ് ഉദ്യോഗസ്ഥനായ അനീഷ്, വിപിൻ ലാൽ, വിഷ്ണു എന്നിവരെയാണ് അന്ന് മാപ്പു സാക്ഷികളാക്കിയത്. കേസിലെ 2 പ്രതികളായ അഭിഭാഷകൻ രാജു ജോസഫ്, അഭിഭാഷകൻ പ്രതീഷ് ചാക്കോ എന്നിവരെ ജില്ലാ കോടതി വിട്ടയച്ചിരുന്നു. കേസിൽ കുറ്റവിമുക്തനാക്കി പുറത്തു വന്ന ദിലീപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും അന്വേഷിക്കണമെന്നും മഞ്ജു വാര്യർ പറഞ്ഞയിടത്ത് നിന്നാണ് തനിക്കെതിരെ ഗൂഢാലോചന കേസിൽ അന്വേഷണം, തുടർ നടപടികൾ എന്നിവയുണ്ടായതെന്നും പറഞ്ഞു. മുൻ ഭാര്യ മഞ്ജു വാര്യരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു നടന്റെ പരാമർശം.
പോലീസുകാർക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കേസിൽ നടന്ന യഥാർത്ഥ ഗൂഢാലോചന തനിക്കെതിരെയാണ് ഉണ്ടായതെന്നും ജയിലിലെ പ്രതികളെ കൂട്ടുപിടിച്ച് പോലീസ് കള്ളക്കഥ മെനയുകയായിരുന്നുവെന്നുമാണ് ദിലീപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. മുഖ്യപ്രതിയെയും അയാളുടെ ജയിലിലെ കൂട്ടാളികളെയും ചേർത്ത് പിടിച്ച് പോലീസ് സംഘം കള്ളക്കഥയുണ്ടാക്കി. മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ആ കള്ളക്കഥ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ കോടതിയിൽ ഇപ്പോൾ തകർന്നു വീണു. യഥാർത്ഥ ഗൂഢാലോചന നടന്നത് തന്നെ പ്രതിയാക്കാൻ വേണ്ടിയായിരുന്നുവെന്നും തന്റെ ജീവിതം, കരിയർ ഒക്കെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്നുമാണ് ദിലീപ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ വിധിക്ക് ശേഷം ഇപ്പോൾ അതിജീവതയ്ക്കൊപ്പം എന്ന പ്ലക്കാർഡുകളും ഹാഷ്ടാഗുകളുമാണ് പ്രത്യക്ഷമാകുന്നത്. അതിജീവതയ്ക്കൊപ്പം എന്ന മുൻ DGP ബി സന്ധ്യ IPS സർക്കാർ അന്നും ഇന്നും എന്നും അതിജീവതയ്ക്കൊപ്പമാണെന്നും വിധി വിശദമായി പഠിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി സജി ചെറിയാനും അന്വേഷണ സംഘം ക്രിമിനലുകളാണെന്ന ദിലീപിന്റെ ആരോപണം ഗുരുതരമെന്നും സർക്കാർ എപ്പോഴും അതിജീവതയ്ക്കൊപ്പമാണെന്നും CPIM നേതാവ് AK ബാലനും അതിജീവതയ്ക്കൊപ്പം മരണം വരെ ഉണ്ടാകുമെന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയും തുറന്നടിച്ചു. സർക്കാർ അതിജീവതയ്ക്കൊപ്പമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും പ്രതികരിച്ചു. അതിജീവതയ്ക്കൊപ്പമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ എന്ന് തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിന്ന് പലരും പൊതുജനങ്ങളും അതിജീവതയ്ക്ക് സ്നേഹവും കരുതലും പിന്തുണയും അറിയിച്ച ഒരു കൂട്ടം ആളുകൾ ഇതിനോടകം തന്നെ രംഗത്തെത്തി കഴിഞ്ഞു. അതേസമയം നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതിയായ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി പരിശോധിച്ച് തുടർ നടപടിയെടുക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതികരിച്ചും കഴിഞ്ഞു. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 6 വരെയുള്ള പ്രതികൾ മാത്രമാണെന്നാണ് കോടതി കണ്ടെത്തിയത്. കേസിലെ 7 മുതൽ 10 വരെയുള്ള പ്രതികളെ കോടതി വെറുതെ വിടുകയാണുണ്ടായത്. ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നായിരുന്നു കോടതി വിധിയിൽ പറഞ്ഞത്. ശിക്ഷാവിധിയിൽ 12-ന് വാദം നടക്കാനിരിക്കെയാണ് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നിപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. വിധി അന്തിമമല്ലെന്നും മേൽക്കോടതികൾ ഉണ്ടെന്നും അന്ന് കേസ് അന്വേഷിച്ചതിന് മേൽനോട്ടം വഹിച്ച മുൻ DGP ബി സന്ധ്യ പ്രതികരിച്ചിട്ടുണ്ട്. കേസിലെ കൂട്ടബലാത്സംഗം തെളിഞ്ഞെന്നും അന്വേഷണ സംഘം മികച്ച രീതിയിലാണ് അന്ന് ജോലി ചെയ്തതെന്നും പ്രോസിക്യൂഷനും നല്ല ജോലി ചെയ്തുവെന്നും ബി സന്ധ്യ പറയുകയുണ്ടായി. മാത്രമല്ല, നിരവധി വെല്ലുവിളികളാണ് വിചാരണ വേളയിൽ നേരിട്ടത്. അതിജീവതയ്ക്കൊപ്പം ഇനിയും അന്വേഷണ സംഘം ഉണ്ടാകുമെന്നും ഈ വിധി അന്തിമ വിധി അല്ല എന്നും മേൽക്കോടതികൾ ഉണ്ടെന്നും ബി സന്ധ്യ കൂട്ടിച്ചേർത്തു. അന്തിമ വിധി വരുന്നതുവരെ അതിജീവതയ്ക്കൊപ്പം പ്രോസിക്യൂഷനും ഉണ്ടാകുമെന്നും തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നുമാണ് ബി സന്ധ്യ പ്രതികരണം അറിയിച്ചത്.